ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. ഗോവിന്ദ മാഷ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. സൂക്ഷിച്ചു കേൾക്കണം. ആ വാക്ക് മാത്രമല്ല, അതിനപ്പുറവും ഇപ്പുറവും കേൾക്കണം. ഗണപതി വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമാണ്. പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ച് ബ്രാഹ്മണർക്ക് ദാനം നൽകിയത് എന്നു പറയുന്നത് പോലെയാണ് പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഗണപതിയുടെ തലമാറ്റിയ കാര്യം പറയുന്നത് എന്നാണ് താൻ മിത്തുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് ഗോവിന്ദ മാസ്റ്ററുടെ വിശദീകരണം. ഗോവിന്ദ മാസ്റ്റർ തിരുത്തുകയാണോ അതോ നിലപാട് വിശദീകരിക്കുകയാണോ? ഗോവിന്ദ മാസ്റ്റർ തിരുത്തുകയാണെങ്കിൽ ഷംസീറും തിരുത്തുമോ? അഡ്വക്കേറ്റ് അനിൽകുമാർ, എന്തുകൊണ്ടാണ് ഗണപതി മിത്തല്ലാതെ ശാസ്ത്രമാണോ എന്ന് ചോദിച്ചിടത്ത് നിന്ന് ഗണപതി മിത്തല്ല എന്ന നിലപാടിലേക്ക് എം വി ഗോവിന്ദൻ മലക്കം മറിഞ്ഞിരിക്കുന്നു? എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം. ഗണപതി എന്നത് ഒരു സങ്കല്പമാണ് എന്ന് ശശി തരൂർ നമ്മുടെ മുമ്പിൽ പറഞ്ഞത് നമ്മളെല്ലാം ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം വിവിധങ്ങളായ സങ്കല്പങ്ങൾ തലമുറകളായി കൈകാര്യം ചെയ്യുമ്പോൾ അതൊരു ഭൗതിക ശക്തിയായി തീരുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനം. ഗണപതി എന്ന് ഞാൻ പറഞ്ഞാൽ ഗണപതിയുടെ രൂപം മറ്റൊരു വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെട്ടാൽ യഥാർത്ഥത്തിൽ ഗണപതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ആശയം ഒരു ഭൗതിക ശക്തിയായി മാറും. ഇതാണ് കാറൽ മാർക്സ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. പറഞ്ഞാലെന്താ ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ? ഗണപതി മിത്തല്ലാതെ പിന്നെന്താ, ശാസ്ത്രമാണോ? എന്തോ പുതിയ ഒരു പോയിന്റ് കിട്ടിയ പോലെയാണ്. ഞങ്ങൾക്കിതിലൊന്നും ഒരു മടിയുമില്ല സുഹൃത്തെ, മിത്തായി തന്നെ കാണണം. എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലെ ഭാഗമാണ്, താങ്കൾക്കറിയാം. ഇന്ന് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു മിത്തല്ല എന്നും ഗണപതി മിത്താണ് എന്നും ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. സൂക്ഷിച്ചു നോക്ക്. ആ പദം മാത്രമല്ല, അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഉദാഹരണമായി എന്താ ഉദാഹരണം? പരശുരാമൻ. ആ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കി ഇവിടുത്തെ ബ്രാഹ്മണർക്ക് കൊടുത്തത് കൊണ്ട് പട്ടികജാതിക്കാരന് ഈ ഭൂമി വേണ്ട, പിന്നോക്കക്കാരന് ഭൂമി വേണ്ട, ഈ ഭൂമി ബ്രാഹ്മണർക്കുള്ളതാണ്, ബ്രാഹ്മണരെ ഭൂമിദേവൻ എന്ന് വിളിക്കപ്പെടുന്നു. ഇതല്ലേ അദ്ദേഹം പറഞ്ഞത്? സന്ദീപ് വാചസ്പതി, പരശുരാമൻ മഴുവറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ച് ബ്രാഹ്മണർക്ക് ദാനം നൽകിയത് എന്ന് പറയുന്നത് പോലെയാണ് പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഗണപതിയുടെ തലമാറ്റിയ കാര്യം പറയുന്നത് എന്നാണ് താൻ മിത്തുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന വിശദീകരണം തൃപ്തികരമാണോ? മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? അല്ല, അത് തൃപ്തികരമല്ല എന്ന് ശിവഗിരി മഠവും NSSും അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഈ വിശദീകരണം തൃപ്തികരമാവുക AKG സെൻറ്ററിൽ ഇരിക്കുന്ന അണികൾക്കും, നമ്മൾ പറയില്ല AKG സെൻറ്ററിൽ നിന്ന് ക്യാപ്സ്യൂളുകൾ വിഴുങ്ങുന്ന ആൾക്കാർക്ക് തൃപ്തികരമാകും. പക്ഷേ മലയാളികൾക്ക് പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞ പോലെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും ദഹിക്കാവുന്ന ഒരു മറുപടി അല്ലല്ലോ എം വി ഗോവിന്ദൻ പറഞ്ഞത്. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? നോക്കൂ നിങ്ങൾ, എത്ര പെട്ടെന്നാണ് ഇന്നലെ പറഞ്ഞൊരു കാര്യത്തെ ഇന്ന് പറഞ്ഞിട്ടില്ല എന്ന് പച്ചക്കള്ളം പറയുന്നത്. ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ നേതാക്കന്മാരെ അംഗീകരിക്കുക? ശ്രീ നികേഷ്, താങ്കൾ തന്നെ ഒന്ന് പറഞ്ഞതാ, ഇദ്ദേഹമാണ് കേരളത്തിലെ വലിയൊരു നേതാവാണ്. ശരി, ഞാൻ പറഞ്ഞതാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം എന്താ ഇവർക്ക് കാണിക്കാനില്ലാത്തത്? നമ്മുടെ ചോദ്യം അതേ ഉള്ളൂ. ബാക്കി രാഷ്ട്രീയമൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഒരു നേതാവിന്, ഒരു പൊതു പ്രവർത്തകൻ ഏറ്റവും ആദ്യം വേണ്ടത് സത്യസന്ധതയല്ലേ? പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവും തൻ്റെ ഇടവുമല്ലേ? ഇതൊന്നുമില്ല. ഒറ്റ ദിവസം കൊണ്ട് മലക്കം മറിഞ്ഞില്ലേ? എന്നിട്ട് പറയാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ശരി, അങ്ങനെ അവിടെ നോക്കും. അതും ഇവരുടെ ഇരട്ടത്താപ്പാണ്. എന്താ പറയേണ്ടിയിരുന്നത്? ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു. ശരി, ഞങ്ങൾ കൂടുതൽ പരിശോധിച്ചപ്പോൾ ഇത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോയത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസ്താവന തിരുത്തുന്നു എന്ന് പറയാനുള്ള വിശാലത ഇല്ലാത്ത ഇവരൊക്കെ എന്തു നേതാക്കന്മാരാണ്? ഹേ, നിങ്ങളാണോ ഈ നാടിനെ നന്നാക്കാൻ നടക്കുന്നത്? എന്നിട്ട് നിങ്ങൾ ഛർദ്ദിച്ചിടുന്നതെല്ലാം ഞങ്ങളെല്ലാം അങ്ങ് ഭക്ഷിക്കണമെന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അനിൽകുമാറിനൊക്കെ താങ്കൾ ഒരു നിയമം പഠിച്ച ആളാണ്. ഞാൻ അദ്ദേഹത്തെ താങ്കളെ വ്യക്തിപരമായി പറയില്ല. താങ്കൾ നിയമം പഠിച്ച ഒരാളല്ലേ? ഒന്ന് നോക്കൂ, താങ്കളുടെ നേതാവ് ഛർദ്ദിച്ചിരുന്നത് താങ്കൾക്ക് അമൃതായിരിക്കാം, പക്ഷെ അത് 3.5 കോടി മലയാളികളും അതേപോലെ എടുത്തങ്ങ് വിഴുങ്ങണമെന്ന് മാത്രം ശടിക്കരുത്. അങ്ങനെയല്ല ചാനലക്കര ഇക്കാര്യത്തിൽ എം വി ഗോവിന്ദ മാസ്റ്റർ തിരുത്തി എന്നതാണ് നിലപാടെങ്കിൽ ആ പരാതി കഴിഞ്ഞോ? ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ തൃശ്ശൂരിലാണ്. അവിടെ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മണിപ്പൂരിലെ ജനതയോടൊപ്പം എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പത്രക്കാരെ കണ്ട് പറഞ്ഞത്. ഗോവിന്ദൻ മാസ്റ്റർ തിരുത്തി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ
ഈ വിഷയം ഗോവിന്ദൻ മാഷ് ഉണ്ടാക്കിയതല്ല. തീർച്ചയായും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സ്പീക്കർ കൂടി അദ്ദേഹത്തിൻ്റെ നിലപാട് കൂടി ഇത്തരത്തിൽ പറഞ്ഞാൽ ഈ വിവാദം ഇവിടെ തീർന്നു എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇത് തിരുത്തേണ്ടത് കേരളത്തിൻ്റെ ബഹുമാനായ സ്പീക്കറാണ്. ഇത് ഒരു അനാവശ്യമായ ചർച്ചയിലേക്ക്, ഇത് വലിയ തലത്തിലുള്ള വർഗീയ വിവാദങ്ങളിലേക്ക് കേരളത്തിൻ്റെ സാമുദായിക അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമത്തിലേക്ക് കടന്നുപോയതാണ്. എന്തായാലും CPM പോലുള്ളൊരു പാർട്ടി ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞ് എന്തായാലും നന്നായി എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ സ്പീക്കർ കൂടി തിരുത്തേണ്ടതായിട്ടുണ്ട്. BJP പൂർണ്ണമായും ഹിന്ദു രാഷ്ട്രം വേണം എന്നുള്ള ഹൈന്ദവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. CPM അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. CPM എന്ന് പറയുന്നത് ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടിയാണ്. തീർച്ചയായും അവർക്ക് ഈ മതചിന്തകൾ തുടങ്ങിയതൊക്കെ വിഷമാണ് എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്. അത്തരത്തിലുള്ള പാർട്ടിയുടെ പ്രതിനിധിയായ ബഹുമാനായ സ്പീക്കർ, ആ സ്പീക്കർ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകരുത്. അദ്ദേഹം ഭരണഘടനാ പരിരക്ഷണ സ്ഥാപനത്തിന്റെ തലവൻ എന്ന രീതിയിൽ, കേരളത്തിന്റെ സ്പീക്കർ എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് ചെന്ന് പെടരുത് ഈ കാലഘട്ടത്തിൽ എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾ അതിന്റെ ഞങ്ങൾ കടന്നു പോയിട്ടില്ല. വിവാദമുണ്ടാക്കുന്നവരല്ലേ അതിന് ഉത്തരവാദിത്തം ഏൽക്കേണ്ടത്, അല്ലാതെ പറയുന്നയാളാണ്. നിലപാട് പറഞ്ഞാൽ അതിൽ നിൽക്കണം. ആ ഒരു ആർജവം ഇല്ലാത്ത നേതാക്കളായിപ്പോയോ CPM-കാർ? നേതാക്കളായിപ്പോയോ നിങ്ങളുടെ പാർട്ടിയിൽ? കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏതെങ്കിലും ദൈവത്തോടോ ഏതെങ്കിലും മതവിശ്വാസത്തോടോ വലിപ്പച്ചെറുപ്പില്ല. മതം മനുഷ്യനെ ഒരാളുടെ വിശ്വാസം ശരി, വേറൊരാളുടെ വിശ്വാസം തെറ്റ്. ആ വാചകമാണ് ഞാൻ എടുത്തുദ്ധരിച്ചത്. മതം മനുഷ്യനെ മയക്കുന്ന വേദന സംഹാരിയാണ്. ഉന്മേഷരഹിതമായ സാഹചര്യങ്ങളിലെ ലഹരിയാണ് മതം. ആ മതം മനുഷ്യനെ മയക്കുന്ന വേദന സംഹാരിയാണ്. അതായത് മതത്തിന് ക്രിയാത്മകമായൊരു പങ്കുണ്ട്. ഞാൻ പറയട്ടെ, മതത്തിന് ക്രിയാത്മകമായൊരു പങ്കുണ്ട്. എന്താ മതത്തിന് ക്രിയാത്മകമായ പങ്ക്? നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിൽ മതം താൽക്കാലിക ആശ്വാസം നൽകുന്നു. നമ്മുടെ വിഷയം അതല്ല. പരാമർശിച്ചു പോയപ്പോൾ അതിൽ പിടിക്കണ്ട. എന്റെ ചോദ്യം എന്ന് പറയുന്നത് നേരത്തെ ശ്രീ സന്ദീപ് വാചസ്പതി ഉന്നയിച്ച വിഷയമാണ്. നിങ്ങൾക്ക് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവമില്ലേ? ഞങ്ങളുടെ പറഞ്ഞ നിലപാട് എന്താ? ഞങ്ങളുടെ പറഞ്ഞ നിലപാട് ഏതെങ്കിലും മതങ്ങളെ താരതമ്യപ്പെടുത്തിയിട്ട് ഇന്ന മതവിശ്വാസം ഉത്കൃഷ്ടമാണ്, ഇന്ന മതവിശ്വാസം നികൃഷ്ടമാണ്, ഇത് ലോകത്ത് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമാണോ? പക്ഷെ ഇങ്ങനൊരു നയം ലോകത്ത് അംഗീകരിച്ചിട്ടുള്ളവരാണ് ഫാസിസ്റ്റുകൾ. അതിൻ്റെ ഇന്ത്യൻ മുഖമാണ് RSS. മണിപ്പൂരിൽ 200 പള്ളികൾ നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസ സംരക്ഷണത്തെക്കുറിച്ചാണ് RSS പറയുന്നത്. ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം ഗ്യാൻബാബി പള്ളിയുടെ അടി മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് വിശ്വാസ സംരക്ഷണം പറയുന്നത്. BJP-യുടെ തലയിലേക്ക് ഇട്ട് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനാകുമോ? ഗണപതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഗണപതി മിത്ത്, അല്ല ഞാൻ മുഹമ്മദ് നബിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ദൈവസങ്കല്പം എന്ന് പറഞ്ഞത് BJP അല്ല, MV ഗോവിന്ദ മാസ്റ്ററാണ്. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. പുരാണത്തിൽ ഇല്ലാത്തൊരു കാര്യം സാധാരണ ഒരു പ്ലാസ്റ്റിക് സർജന് ചെയ്യാൻ പറ്റുന്നതാണ് ഗണപതിയുടെ നിർമ്മിതി എന്ന് 2014 റിലയൻസ് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിൽ പറഞ്ഞ നരേന്ദ്രമോദിയാണ് വിശ്വാസത്തെ ഹനിച്ചത്. അതാണ് നരേന്ദ്രമോദിയെ തുറന്നു കാണിക്കുന്നത്. സന്ദീപ് വാചസ്പതിയിൽ നിന്ന് മറുപടി വാങ്ങട്ടെ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. അല്ല നികേഷ്, ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഇതേവരെ അനിൽകുമാർ പറഞ്ഞില്ലല്ലോ. ഇതാണ് ഇവരുടെ കുഴപ്പം. ഇവരെന്തൊക്കെയാ ഇവിടെ പറയുന്നത്? നമ്മളുടെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിരുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് 2 മതങ്ങളെ കമ്പയർ ചെയ്ത് പറഞ്ഞത്? ഗണപതിയെയും അള്ളാഹുവിനെയും എന്തിന് കമ്പയർ ചെയ്തു? നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നില്ല? ശുദ്ധ മലയാളമായിരുന്നില്ല ഇത്? എന്താ അനിൽകുമാറിന് മറുപടി ഇല്ലാത്തത്? അതിന് അനിൽകുമാർ ഇതിനെ ഈ പുരാണ പാരായണം പോലെ ഇവിടെ വന്നിരുന്ന് കുറേ പഴംപുരാണം പറയേണ്ട ആവശ്യം എന്താ? അതല്ലല്ലോ താങ്കളോട് ചോദിച്ച ചോദ്യം. താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? അതായത് ഞാൻ മനസ്സിലാക്കുന്നു അനിൽകുമാറിന്റെ വിഷമത. പക്ഷേ ശ്രീ അനിൽകുമാർ, ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റിന്റെ അടിസ്ഥാന സ്വഭാവം എന്നുള്ളത് മതവിശ്വാസം ഇല്ലാതെ ഇരിക്കുക എന്നത് കമ്മ്യൂണിസം ആവശ്യപ്പെടുന്ന ബേസിക് റിക്വയർമെന്റ് ആണ്. നിങ്ങൾ ഒരു മതത്തോടും മമത കാണിക്കേണ്ട ഒരാവശ്യവും ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഇവിടെ ഹിന്ദു മതത്തെ പുകഴ്ത്തണമെന്നോ ആ മുസ്ലിം മതത്തെ ഇകഴ്ത്തണമെന്നോ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നിങ്ങൾ എന്താ വേണ്ടത്? ജുഡീഷ്യസ് ആയി എല്ലാവരോടും പെരുമാറുക. ശരി, ഇനി ഷംസീറിന്റെ പരാമർശത്തിലേക്ക് വന്നാൽ ഇവിടെ അനിൽകുമാർ തന്നെ എന്തെല്ലാമാ പറഞ്ഞത്? 2014 പ്രധാനമന്ത്രി പ്രസംഗിച്ച ഒരു പോയിന്റിനെ
2024 ആകുമ്പോൾ 7 വർഷങ്ങൾക്ക് ഇപ്പുറം എടുത്ത് ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് പ്രഖ്യാപിക്കുകയാണ്. എവിടെയാണ് ഇവർ പറഞ്ഞതുപോലെ ഏത് പാഠപുസ്തകത്തിലാണ് എന്ന് കഴിഞ്ഞ 15 ദിവസമായി കേരളത്തിലെ മുഴുവൻ CPM പ്രവർത്തകരോട് ഞങ്ങളൊക്കെ ചോദിക്കുന്നു. ഒരു പാഠപുസ്തകത്തിന്റെ ഒരു കഷണം പോലും ഹാജരാക്കാൻ ഇവർക്കായിട്ടില്ല. എന്നോട് ഒരു ചാനൽ ചർച്ചയിലെ CPMന്റെ പ്രതിനിധി പറഞ്ഞു ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു എന്നാണ്. നിങ്ങൾ നോക്കൂ, 2014 ആശങ്ക 2023 എങ്ങും പ്രായോഗിക തലത്തിൽ ഞങ്ങൾ കണ്ടില്ല. ഇനിയും ശരി, കുട്ടികളോട് നിങ്ങൾക്ക് സംസാരിക്കണം, ശാസ്ത്ര അവബോധമാണ് കുട്ടികളോട് വളർത്തേണ്ടത് എങ്കിൽ എന്തായിരുന്നു ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള മതേതരവാദിയായ റിയൽ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ പറയേണ്ട വാചകം എന്താണ് ശ്രീ നികേഷ്? ഞാനൊന്ന് ചോദിക്കട്ടെ. ഇനി നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയം മാറ്റി വെച്ച് എനിക്ക് വളരെ ലോജിക്കലായ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അവിടെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തത് 8ഓ 9ഓ ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 15 വയസ്സ് താഴെയുള്ള കുട്ടികളോടാണല്ലോ. ആ കുട്ടികൾക്കിടയിൽ ഹിന്ദു കുട്ടികളുണ്ടാകാം, ക്രിസ്ത്യൻ കുട്ടികളുണ്ടാകാം, മുസ്ലിം കുട്ടികളുണ്ടാകാം. 3 കുട്ടികൾ ഇരിക്കുകയാണ്. ആ കുട്ടികളോട് പറയുകയാണ് ഹിന്ദു മതത്തിൽ നിങ്ങൾ അങ്ങനെ ഞാൻ എക്സാക്ട് വെർബാറ്റമല്ല പറയുന്നത്, പക്ഷേ ഹിന്ദു കുട്ടികളായ നിങ്ങൾ ആരാധിക്കുന്ന ഈശ്വരൻ മിത്താണ് എന്ന് അവരോട് മാത്രം പറയുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന മെന്റൽ ട്രോമ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ അഡ്രസ് ചെയ്യും നികേഷ്? അതോ ആ കുട്ടികൾക്ക് ബാലാവകാശമില്ലേ? അവർക്ക് സൈക്കോളജിക്കൽ ആസ്പെക്ട്സുകളൊന്നുമില്ലേ? അവർക്ക് മാനസികമായ വ്യഥ ഉണ്ടാകില്ലേ? എന്താണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്? അവരുടെ സഹപാഠികളായ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നാളെ അവരെ ഇതേ പോയിന്റ് വെച്ച് വേട്ടയാടിയാൽ, കളിയാക്കിയാൽ, ഇകഴ്ത്തിയാൽ ആര് സമാധാനം പറയും? അപ്പോൾ എന്തായിരുന്നു ഒരു ഭരണാധികാരി എന്നതിൽ ഷംസീർ പറയേണ്ടത്? എന്താ നോക്കൂ, ഹിന്ദുക്കളുടെ ഇതിൽ ഇത് പറയുന്നുണ്ട്. എന്താണ്? ഗണപതിയുടെ കാര്യം പറയുന്നു. അള്ളാഹു ഇവിടെ നിന്ന് കുതിരപ്പുറത്ത് കയറി ചന്ദ്രനെ വെട്ടിപ്പിളർത്തി എന്ന് പറയുന്ന ഇതുണ്ട്. ഒന്നും വേണ്ട സാർ, തീവ്രവാദം ചെയ്ത് പരലോകത്ത് പോയാൽ 72 ഹൂറികളെ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന പമ്പര വിഡ്ഢികൾ ഈ നാട്ടിലുണ്ട് എന്നെങ്കിലും പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ ഷംസീറിന് കൊച്ചു കുട്ടികളോട്? അത് പറയാതെ നിങ്ങൾ ഗണപതിയെ മാത്രം പിൻ പോയിന്റ് ചെയ്യുന്നിടത്താണ് അസ്വാഭാവികതയുള്ളത്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ഏതെങ്കിലും ദൈവത്തെക്കുറിച്ച് ഷംസീർ പറഞ്ഞോ? ഷംസീർ പറഞ്ഞ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചാണ്. എന്റെ ചോദ്യം, പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് ഏതെങ്കിലും പുരാണത്തിൽ പറയുന്നുണ്ടോ? അനിൽകുമാർ കള്ളം പറയരുത്. വരുത്തുകയാണെങ്കിൽ ചോദ്യം ഞാൻ ചോദിച്ചോളാം. പറയൂ ശ്രീ അനിൽകുമാർ. ബഹുമാനപ്പെട്ട സന്ദീപിനോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളൊരു വാക്ക് പറഞ്ഞു പഴംപുരാണം. അപ്പോൾ പുരാണം 2 ഉണ്ട്. ഒന്ന് പഴംപുരാണം, മറ്റത് പുതിയ പുരാണം. നരേന്ദ്രമോദി ഉണ്ടാക്കിയത് പുതിയ പുരാണമാണ്. IV ചികിത്സയോ അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് സർജറിയോ പുതിയ പുരാണത്തിലേ ഉള്ളൂ, പഴയ പുരാണത്തിലില്ല. പഴയ പുരാണത്തെ നിങ്ങൾ മാറ്റി, പഴയ വ്യാകരണം മാറ്റി. എന്തിനാ മാറ്റിയത്? ഞാൻ ചോദിച്ച ചോദ്യം, ദൈവത്തിന് മാത്രം പറ്റുന്നത് മനുഷ്യന് പറ്റുമെന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ വാദം വിശ്വാസവിരുദ്ധമല്ലേ? അത് ഇല്ലാത്തൊരു ശാസ്ത്രം കപടശാസ്ത്രമാണ് ധൻഖരി പറഞ്ഞത്. ബഹുമാനപ്പെട്ട സ്പീക്കർ ആവർത്തിച്ച് പറയുന്നത് തെറ്റാകുന്നത് എങ്ങനെ? മൂന്നാമത്തെ ചോദ്യം ഞാൻ പറയാം. ഹൂറിമാരുടെ കഥ പറഞ്ഞു. മഹാഭാരതം ശാന്തിപർവം എന്താ പറയുന്നറിയാമോ? കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിക്കുന്ന ഓരോ പുരുഷ കേസരിക്കും, ഓരോ പോരാളിക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 1000ഓളം അപ്സരസുകൾ ഞാൻ മുമ്പേ നിന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കല്ലേ? അത് ഉപനിഷത്തിലില്ലേ? ഈ വാചകം ഉപനിഷത്തിൽ പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ എല്ലാ വിശ്വാസങ്ങളിലും മതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയോ പരലോകത്തെത്തിയാൽ സ്വർഗസുന്ദരികളുണ്ട് എന്ന് പറയുന്നത് നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഇപ്പോഴും അനിൽകുമാർ ആൻസർ ചെയ്യാതെ മാറ്റിവെക്കുകയാണ് എന്നുള്ള ശ്രീ സന്ദീപ് വചസ്പതിയുടെ നിലപാടിനോട് ഞാൻ യോജിക്കുകയാണ്. MP ഗോവിന്ദ മാസ്റ്ററുടെ നാവിൽ നിന്ന് ഗുളികൻ ഇറങ്ങിയതാണ് എങ്കിൽ അത് അദ്ദേഹം തിരുത്തിയിരിക്കുന്നു. ഷംസീറിന്റെ കാര്യത്തിനകത്ത് ഒരു തിരുത്തും ആവശ്യമില്ല, ഒരു മാപ്പും ആവശ്യമില്ല എന്ന് നേരത്തെ നിലപാടെടുത്തു, അതും വിശദീകരിച്ചിരിക്കുന്നു. അവിടെ അവസാനിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും ഈ 2-3 ദിവസമായ ചർച്ചകളിൽ പോലും ബഹുമാനപ്പെട്ട സ്പീക്കർ എന്ന് പറയേണ്ട ആ വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഷംസീർ എന്ന വാക്ക് പരമാവധി പ്രയോഗിക്കാൻ BJPയുടെയും CPMന്റെയും ഒക്കെ പ്രതിനിധികൾ ശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന്റെ കാരണം ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. തിരുത്തേണ്ട ഉത്തരവാദിത്വം അല്ല, ഇവിടെ എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത്. ഷംസീർ എന്ന വാക്ക് പോലും CPMും BJP ഉപയോഗിക്കുന്നത് എന്തിനാണ് നമുക്ക് മനസ്സിലാവും. CPMനെ സംബന്ധിച്ചിടത്തോളം അതിൽ താല്പര്യം എന്താണെന്നാണ് അനിലക്കര മനസ്സിലാക്കുന്നത്. സ്വാഭാവികം.
അത് ഞാനായിട്ടത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പിന്നെ നികേഷിനും അത് മനസ്സിലാവും. ഒരു കാരണവശാലും ഷംസീർ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കേണ്ടതല്ല. അത് ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിയമസഭയിൽ ഇരുന്ന ഒരാളാണ്. കേരളത്തിന്റെ ഭരണഘടനാ പരിരക്ഷയുള്ള പദവിയുള്ള ഒരാളാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സ്പീക്കർ. അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യേണ്ടതും ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് CPM-നെ പോലെ ഒരു പാർട്ടി സ്പീക്കറെ നിയന്ത്രിക്കേണ്ട ആവശ്യം ഇതിനകത്ത് വരുന്നേയില്ല. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അടുത്ത ഘട്ടം അതിലാണ് ചർച്ച. പക്ഷേ എനിക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാകാതെയുണ്ട്. ഒന്ന്, താങ്കൾ നിയമസഭാംഗമായിരുന്നു, നല്ല നിയമസഭാംഗമായിരുന്നു. ജനന്തി വചസ്പതി പണ്ട് PS ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൈവന്നിരിക്കുകയാണ്. ഞാൻ ഇതിനൊക്കെ മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് 2 മിനിറ്റ് അല്ലാത്ത തരണമെന്ന് ഞാൻ പറഞ്ഞ ആമുഖത്തോടെ തുടങ്ങട്ടെ. ഞാൻ ഏറെ ഖേദത്തോടെ പറയട്ടെ, ഒരു മലയാളി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലജ്ജാകരമായ ഒരു സംഭവത്തിനാണ് ഞാനിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഖേദത്തോടെ പറയുക. നിങ്ങൾക്കാർക്കും അതിലൊരു അസ്വാഭാവികതയും തോന്നിയില്ല എന്ന് മാത്രമല്ല, വലിയ മതേതര പുരോഗമനവാദി എന്ന് അവകാശപ്പെടുന്ന താങ്കളടക്കമുള്ളവരത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിൽ നികേഷ് കുമാർ താങ്കളോട് പറയട്ടെ, യു ആർ എ ഫെയിൽഡ് ജേർണലിസ്റ്റ്. ഞാൻ എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, ഷംസീറിന്റെ പേര് വിളിക്കുന്നത് വർഗീയമാണ് എന്ന് ഈ അനിൽ അക്കരയെ പോലെയുള്ള ഒരു വർഗീയ കോമരം, ഇയാൾ കുടിക്കുന്ന വെള്ളത്തിൽ പോലും ആരെയും വിശ്വസിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ പറയാൻ സാധിക്കുന്നു ശ്രീ നികേഷ്? ഷംസീറിനെ പിന്നെ ഗോവിന്ദ എന്ന് വിളിക്കണോ? ഷംസീറിന്റെ അച്ഛനും അമ്മയും ഇട്ട പേര് വിളിക്കുന്നത് പോലും വർഗീയമാണെന്ന് പറഞ്ഞ് ഇയാളെയൊക്കെ പൊതുപ്രവർത്തകനായി ഫ്ലോറിൽ വിളിച്ച് ആനയിച്ചു കൊണ്ടിരുത്തുന്ന നികേഷ് കുമാർ, എനിക്ക് താങ്കളോടും പുച്ഛം തോന്നുകയാണ്. താങ്കൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ഏതർത്ഥത്തിലാണ് താങ്കൾ അതിനെ പ്രോത്സാഹിപ്പിച്ചത്? ഞാനൊരു ചെറുപ്പക്കാരനാണ്, ഞങ്ങളാരും മതം ഭക്ഷിച്ച് ജീവിക്കുന്നവരല്ല നികേഷ്. ഞാൻ ആവർത്തിക്കുന്നു, യു ആർ എ ഫെയിൽഡ് ജേർണലിസ്റ്റ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഓൺ ദ ഫ്ലോർ, ഓൺ ദ ലൈവിൽ അതെന്തുകൊണ്ടാണ് നിങ്ങൾ തിരുത്താതെ പോയത്? താങ്കൾക്ക് എന്തുകൊണ്ടാണ് ജനാധിപത്യ ബോധമില്ലാതെ പോയത്? എന്തുകൊണ്ടാണ് താങ്കൾക്ക് മതേതരത്വ ബോധമില്ലാതെ പോയത്? എനിക്ക് ഈ ചർച്ചയിൽ കുനിഞ്ഞ ശിരസോടുകൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് നികേഷേ. ഷംസീറിന്റെ പേര് വിളിക്കുന്നത് വർഗീയമാണെന്ന് പറയുന്നത് ഇവരെയൊക്കെ ഉണ്ടല്ലോ ചാട്ടക്കടിക്കണം. ഇവരെയൊക്കെ കേരളത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കാതെ മലയാളി 3.5 കോടി മലയാളികൾ രക്ഷപ്പെടില്ല. എനിക്ക് അനിലക്കര എന്ന് പറയുന്ന MLA-യോട് വളരെ ബഹുമാനം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. താങ്കൾ ഇത്ര നിലവാരം കുറഞ്ഞ തറയാണെന്ന് താങ്കൾ തെളിയിച്ചല്ലോ അനിലക്കര. നോക്കൂ, വായിൽ തോന്നുന്നത് പറയാതിരിക്കൂ ശ്രീ സന്ദീപ് വചസ്പതി. ഇവിടെ കെ സുരേന്ദ്രന്റെ വാക്കുകൾ തന്നെ എനിക്ക് ഉദ്ധരിക്കാൻ കഴിയും. ഒരു മിനിറ്റ്, അല്ല, താങ്കൾ വായിൽ തോന്നുന്നത് പറയുന്നത് കൊണ്ട് എനിക്കതിനകത്ത് ഇടപെടാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, ഷംസീറിനെ മാത്രമല്ല നിങ്ങളുടെ നേതാവ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഉദ്ധരിച്ചത്, ഷംസീറിനെയും റിയാസിനെയും ചാവേറുകളാക്കി മുസ്ലിം കൺസോൾട്ടേഷന് വേണ്ടി CPM ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് അതിലൂടെ പുറത്തു വരുന്നുണ്ട് ശ്രീ സന്ദീപ്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ശരി നികേഷ്, അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായം അല്ല നികേഷ്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആ വാദം രാഷ്ട്രീയവാദമായി വേണമെങ്കിൽ ഞാൻ അംഗീകരിച്ചു തരാം. പക്ഷേ ഷംസീറിന്റെ പേര് വിളിക്കുന്നതിനകത്ത് മറ്റേ ഉദ്ദേശമുണ്ടെന്ന് പറയുന്നവരെയൊക്കെ എങ്ങനെയാണ് സാർ നേതാവായിട്ട് അംഗീകരിക്കേണ്ടത്? ഞങ്ങളാരും മതം പക്ഷി ജീവിക്കുന്നവരൊന്നുമല്ല. ഞാനൊരു ചെറുപ്പക്കാരനാണ്. ഞാൻ ഒരിക്കലും മതപരമായി ഒരാളോട് ഇടപെടാത്തൊരു മനുഷ്യനാണ്. പക്ഷെ ഇത്രയും ലജ്ജാകരമായ ഒരു വർത്തമാനം താങ്കൾ ാണ്. മുൻപ് 2014 നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ശശി തരൂർ ഇതേ വിഷയത്തിൽ ഇതേ നിലപാടെടുത്തപ്പോ നിങ്ങൾക്ക് പ്രശ്നമുണ്ടായില്ല. നിങ്ങളുടെ സൈദ്ധാന്തിക ആചാര്യൻ ഹരി ആ നിലപാടെടുത്തപ്പോൾ നിങ്ങൾക്ക് അക്കാര്യത്തിൽ വിഷമമുണ്ടായില്ല. പിന്നീട് ഷംസീർ പറയുമ്പോഴാണ് ഷംസീറിന്റെ പേരെടുത്തുകൊണ്ട്, അവിടെ എങ്ങുമില്ലാത്ത റിയാസിന്റെ പേരെടുത്തുകൊണ്ട് അത് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നത്. നികേഷെ, താങ്കൾ പോസ്റ്റ് മാറ്റി കളിക്കരുത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് അനിൽ അക്കരയുടെ പ്രസ്താവനയെ പറ്റിയാണ്. ഞാൻ ആ വിഷയങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യാം നികേഷ്. ഇവിടെ ഒരു വൈകാരിക പ്രകടനത്തിന്റെയും ആവശ്യമില്ല.
വളരെ സമാധാനപരമായി മെറിറ്റോറിയസ് ആയിട്ട് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാമല്ലോ. എന്തിനാണ് ഈ വിഷം കലർത്തുന്ന വർത്തമാനങ്ങളെ താങ്കൾ പ്രോത്സാഹിപ്പിച്ചെന്നുള്ള ചോദ്യത്തിന് താങ്കൾ മറുപടി പറയൂ. പേര് ഏത് നിലയിലാണ് ഇവിടെ ഈ വിഷയത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് അനിലക്കര പറയുമ്പോ അവിടെ വിഷം കലർത്തിയത് സതിവചസ്പതി താങ്കളാണ്. ഖേദപൂർവം പറയട്ടെ. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമങ്കി. ശരി ശരി നികേഷ്, നമ്മൾക്ക് ഈ കാര്യത്തിൽ ഒരു റഫറണ്ടത്തിന് താങ്കൾ തയ്യാറുണ്ടോ? ഞാൻ താങ്കളെ വെല്ലുവിളിക്കുക. റിപ്പോർട്ടർ TV നാളെ ഒരു വോട്ടെടുപ്പ് നടത്തൂ. ഞാനാണോ വിഷം കലർത്തിയ വർത്തമാനം പറഞ്ഞത്, അനിലക്കരയാണോ? ഒരു രാഷ്ട്രീയവും വേണ്ട. ഞാൻ വെല്ലുവിളിക്കാം നിങ്ങളെ. തന്റെ ഉണ്ടോ താങ്കൾക്ക്? ഞാൻ ഇവിടെ പറഞ്ഞെന്താണെന്നറിയാമോ? നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞിരുന്ന ഞാൻ കേട്ടുകൊണ്ടിരിക്കാൻ. ഇവിടെ പറഞ്ഞെന്താ, സ്പീക്കർ എന്ന് അഭിസംബോധന ചെയ്യണം. ഷംസീറിന്റെ പേര് വിളിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നികേഷ് താങ്കൾക്ക് അതിന്റെ തലകുലുക്കി അംഗീകരിക്കാൻ പറ്റിയത്? എനിക്ക് ആ ചോദ്യം മാത്രമേ ഉള്ളൂ. ഷംസീറിനെ പിന്നെ ഞങ്ങൾ എന്താ വിളിക്കേണ്ടത്? ഷംസീറിനെ ഗോപാല എന്ന് വിളിക്കണോ? എന്താ പറയേണ്ടത്? നിങ്ങൾ പറഞ്ഞു തരൂ, ഞാൻ പേര് വിളിക്കാം. എന്ത് ജുഗുപ്സാവഹമാണ് മലയാള രാഷ്ട്രീയം. ഇങ്ങനെയാണോ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്? ചന്ദ്രൻ പറഞ്ഞത് ഇത് രാഷ്ട്രീയ വിഷയമാക്കുമെന്ന് തന്നെയാണ്. അത് താങ്കൾ നേരത്തെ പറഞ്ഞ മറുപടിക്ക് തുടർച്ചയാണ്. അല്ല, ഞാൻ സുന്ദരരാമായണത്തിലേക്ക് പോകണമെങ്കിൽ പിന്നെ എന്തിനാണ് അനിൽകുമാറിനെ അങ്ങനെ പോകാൻ താങ്കൾ അനുവദിച്ചത്? അത് മറുപടി എനിക്ക് പറയണ്ടേ? അപ്പൊ താങ്കളോ നിയന്ത്രിക്കണ്ടേ? ആരോപണം ഉന്നയിച്ചാൽ മറുപടി ഉണ്ടാവണ്ടേ നികേഷേ? അതോ വന്നിരുന്ന് കേട്ടിട്ട് ഞങ്ങൾ വായി വെള്ളം ഒഴിച്ച് വിടിരുന്നിട്ട് എഴുന്നേറ്റ് പോകാനാണോ ഞങ്ങൾ വന്നത്? ആരോപണം ഉന്നയിച്ചാൽ മറുപടി പറയും. നിങ്ങളുടെ ഫ്ലോർ നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് മറുപടി പറയണ്ടേ? എന്തെങ്കിലും വായി തോന്നി വിളിച്ചു പറഞ്ഞാൽ മതിയോ? ശരിക്കും മനസ്സിലായില്ല. അങ്ങനെയാണ് പറയൂ. 16,008 ഭാര്യമാര് എന്ന് പറയുന്നത് മിത്താണോ യാഥാർത്ഥ്യമാണോ? അല്ല, അതാ നികേഷ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ വിശ്വാസങ്ങളിലെ മിത്തിനെ പറ്റിയാണ് ചർച്ച എങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. ഒരു തർക്കവുമില്ലെന്നേ. ഈ രാജ്യത്ത് നിരവധി മിത്തുകളുണ്ട്. മിത്തുകളും വിശ്വാസങ്ങളും എത്ര, അത് ശരി, ഇപ്പൊ പറയേണ്ട അനിൽകുമാർ, ദിവസങ്ങളായി ഞങ്ങൾ പറയുന്നതാണ്. നിങ്ങൾക്കാണ് മുട്ടുവിറയ്ക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് ഹിന്ദുക്കളെ മാത്രം ടെമ്പറാമെന്റ് പഠിപ്പിച്ചാൽ പോരാ, സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കിയാൽ പോരാ. തന്റെ ഇടമുണ്ടോ? ഞാൻ വരാം അനിൽകുമാർ. താങ്കൾ പറഞ്ഞ് വിളിക്കുന്ന ഏത് വേദിയിലും ഞാൻ ഈ ഫ്ലോറിൽ നികേഷ് കുമാറിന്റെ ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ സാക്ഷിയാക്കി ഞാൻ ഈ അവസരം നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയണം. കുറച്ച് സമയമുള്ളൂ. അത് പറയാണെന്ന് അത് പറയാ. അപ്പൊ ഞാൻ അനിൽകുമാറിന് വാക്ക് നൽകുകയാണ്. സമൂഹത്തിൽ ശാസ്ത്ര അവബോധം വളർത്തുന്നതിന് വേണ്ടി നിങ്ങൾ സംഘടിപ്പിക്കുന്ന ഏതു വേദിയിലും വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അവിടെ വരുമ്പോ ഹിന്ദുക്കളിലെ ശ്രീകൃഷ്ണന് ഭാര്യ ഉണ്ടായിരുന്നോ, ഗണപതിയുടെ തല ആനയാണോ എന്ന് മാത്രമല്ല പറയേണ്ടത് എന്ന ഒരു പ്രീ റിക്വസിറ്റ് ഉണ്ട്. താങ്കൾക്ക് തന്റെ ഇടമുണ്ടോ? താങ്കൾ ഇവിടെ പറഞ്ഞല്ലോ MV ഗോവിന്ദൻ കമ്പാരിസൺ നടത്തിയില്ല എന്ന്. കമ്പാരിസൺ അല്ലാതെ എന്താ നടത്തിയത്? അള്ളാഹു എന്ന് പറഞ്ഞാൽ വിശ്വാസം, ഗണപതി എന്ന് പറഞ്ഞാൽ മിത്ത് എന്ന് പറയുന്നതിനെയാണ് ശുദ്ധ മലയാളത്തിൽ താരതമ്യം എന്ന് പറയുന്നത്. ഈ താരതമ്യത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അല്ലാതെ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. 100% സയന്റിഫിക് ആയിട്ടുള്ള വിശ്വാസങ്ങൾ മാത്രമാണ് ഇവിടെയുള്ള. ഞങ്ങൾ എങ്ങും ശടിച്ചിട്ടില്ല. ഇവിടെ പല കുഴപ്പങ്ങളും ഉണ്ടെന്നേ, നമുക്ക് മാറ്റാന്നേ. സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങിയവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ചോദ്യം അതാണ്. ഇവിടുത്തെ ഹിന്ദു ധർമ്മത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വരുന്ന ഷംസീർ സ്വസമുദായത്തിലെ മാലിന്യത്തെ നീക്കം ചെയ്യാൻ തയ്യാറുണ്ടോ? അങ്ങനെയാണ് VT ഭട്ടതിരിപ്പാടും മന്നത്ത് പത്മനാഭനും K കേളപ്പനും അടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കന്മാർ നമുക്ക് കാണിച്ചു തന്നത്. ആദ്യം അവരവന്റെ കണ്ണിലെ കോലെടുക്കുക, എന്നിട്ട് വല്ലവന്റെ കണ്ണിലെ കരടെടുക്കുക. ഗണപതിയുടേത് പ്ലാസ്റ്റിക് സർജറിയാണ്, കൗരവരുടേത് IVF ചികിത്സയാണ്, കർണന്റേത് ടെസ്റ്റ് ട്യൂബാണ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ. ആ നെറേറ്റീവിനെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ പാഠപുസ്തകങ്ങൾ മാറുകയാണ്, സിലബസ് മാറുകയാണ്. അതിനകത്ത് ഇപ്പോൾ ഗണപതിയുടെ തലമാറിയത് ഏത് പാഠപുസ്തകത്തിലാണ് ഉള്ളത് എന്നുള്ള തിരിച്ചുള്ള ചോദ്യം പ്രസക്തമല്ല. പക്ഷെ ഈ പറയുന്ന നെറേറ്റീവിനനുസരിച്ച് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. അവിടെ സൂര്യകളെ കുറിച്ച് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ഈ സർക്കാർ BJP സർക്കാരാണ്, ഇവിടെ ഹിന്ദുത്വയാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ ആ വിഷയമാണ് ഇവിടെ പ്രധാനമായും പ്രതിപാദ്യമാവുക. അപ്പൊ നികേഷേ, ഈ നാട്ടിലെ പ്രസക്തി തീരുമാനിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും റിപ്പോർട്ടർ ചാനലും ചേർന്നല്ല. നിങ്ങൾ ആരാ പ്രസക്തി തീരുമാനിക്കാൻ? ഞങ്ങള് ഈ നാട്ടിലെ പൊതുജനങ്ങൾ ഉണ്ടെന്നേ, ഞങ്ങൾക്കറിയാം പ്രസക്തം ഏതാണ് എന്നുള്ളത്. നിങ്ങളാണോ പ്രസക്തി തീരുമാനിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രസക്തമല്ലാതെ പോയത്? 7 വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഏത് പാഠപുസ്തകത്തിലാണ് പഠിപ്പിച്ചത്?
എന്റെ നാടിന് ഇത്തരം ചിന്തകൾ പ്രധാനമന്ത്രി പറഞ്ഞത് പാഠപുസ്തകങ്ങളിൽ വന്നുവോ അല്ലെങ്കിൽ ഇനി വരുമോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ നോക്ക്, ഈ രാജ്യത്തെ HRD മന്ത്രി പറയുകയാണ് ഡാർവിന്റെ സിദ്ധാന്തം സയന്റിഫിക്കലി പ്രൂവൺ അല്ല എന്ന്. ഒരു കുരങ്ങൻ മനുഷ്യരാകുന്നത് ഈ തലമുറയോ മുൻ തലമുറയോ കണ്ടിട്ടില്ല എന്ന്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം സിലബസിൽ നിന്ന് മാറിയില്ലേ ശ്രീ സന്ദീപ് വാചസ്പതി? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ ലോകം മുഴുവൻ 100% അംഗീകരിച്ച സിദ്ധാന്തമാണെന്ന് നികേഷിന് അഭിപ്രായമുണ്ടോ? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് എങ്ങനെയാണ് സന്ദീപ് വാചസ്പതി എങ്ങനെ ഉണ്ടായത്? സന്ദീപ് വാചസ്പതിയുടെ തലമുറ എങ്ങനെ ഉണ്ടായത്? മറ്റൊരു വാദമെങ്കിലും പറയൂ. ഞങ്ങളാരും കുരങ്ങിൽ നിന്നല്ല ഉണ്ടായത്. ഇനി നിങ്ങളൊക്കെ കുരങ്ങിൽ നിന്നാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളാരും കുരങ്ങിൽ നിന്നുണ്ടായത് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. ആയിക്കോട്ടെ. ചെറുക്കം കൊടുത്ത് തള്ളിയല്ലേണ്ടോ? തൽക്കാലം ഇത്രയും മതി, വരട്ടെ. Yeah.